സാറ് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം അത് ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ സിനിമയുമായി അങ്ങനെ സിനിമയാണ് അവിടുന്ന് വിട്ടുപോയതാ. ആകാശത്ത് നിന്ന് വിട്ടു, ഭൂമിയിൽ വന്നുമില്ല. അയാൾക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഒരു കുട്ടി ഉണ്ടാവില്ല, അവിടെ സ്ഥാനവുമില്ല. ആ സ്ഥാനം ഇല്ലാത്ത ഒരാളാണ് ഈ ഗന്ധർവൻ. അതന്നെയാണ് അതിൽ ആ പല്ലവി മുഴുവൻ അതാണ്. അത് തന്നെ സിനിമയാണ്. അതിന് മറ്റൊരു വിശേഷവും കൂടെ കിട്ടിയിട്ടുണ്ട്. പത്മരാജൻ സാറിന് പല സ്ഥലത്തും ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത് ദേവാംഗനങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അതെ അതെ, അതൊരു ഭയങ്കര ഒരു ഇതല്ലേ, നമ്മൾ എഴുതിയ ഒരു വരി ഒരു സംവിധായകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ടൈറ്റിലായിട്ട് ഉപയോഗിക്കുക. പിന്നെ അത് രസമുള്ള പരിപാടിയാണ്. പപ്പാട്ടനും അത് ചെയ്തത് തന്നെ അങ്ങനെ കേട്ടോ. അത് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പപ്പാട്ടൻ മറ്റുള്ളതുപോലെ ഒന്നല്ല, ഇത് ഫുൾ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുക. ആദ്യം എന്നോട് അത് മുഴുവൻ വായിക്കാൻ പറഞ്ഞു. മുഴുവൻ ഞാൻ വായിച്ചു. അതാണ് അത്രയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അത് ജോൺസനെ കൊണ്ട് വായിപ്പിച്ചിരുന്നു. ജോൺസൺ എന്നോട് പറഞ്ഞു, സാധാരണ ഞങ്ങൾ ആരെയും ഒരാൾ വായിച്ചാൽ മതി, ഇത് പരസ്പരം വരും, ഇതല്ല. എന്നിട്ട് പക്ഷേ അതിൽ എനിക്ക് തോന്നിയത്, അന്ന് തോന്നിയതാണ് കേട്ടോ, പപ്പേട്ടനെ ഞാൻ ആരാധിക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് എല്ലാ രീതിയിലും. പക്ഷേ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ത്രില്ല് പോയി. എഴുതി കഴിഞ്ഞിട്ട് ശുഭം എന്ന് എഴുതിയപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പടായി. പിന്നെ അത് ചെയ്യേണ്ടത് ഭരതനായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പടമായി തന്നെ.